ശ്രീ പാണ്ഡ്യാല ഷാജി നോക്കൂ, ഈ കൈകൾ ശുദ്ധമാണ്, മടിയിൽ കനമുണ്ടെങ്കിലല്ലേ വഴിയിൽ ഭയപ്പെടേണ്ടതുള്ളൂ എന്നൊക്കെയുള്ള സ്ഥിരം ഡയലോഗ് അടിക്കുന്ന ആളാണല്ലോ ഇദ്ദേഹം. ഇപ്പോൾ ഈ സ്വപ്ന സുരേഷ് പറഞ്ഞത് ഇനിയിപ്പോൾ ചികിത്സയുടെ പേരിൽ അമേരിക്കയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ അദ്ദേഹം അവിടെ സ്ഥിരതാമസമാക്കുന്നതാണ്. കൂട്ടത്തിൽ ശിവശങ്കറിനെയും കൊണ്ടുപോകുന്നതാണ് പറയുന്നത്. ഇപ്പോഴും ഇവർ തമ്മിൽ നല്ല ബന്ധത്തിൽ തന്നെയാണ് കേട്ടോ. ശിവശങ്കർ പതുങ്ങിയിരിക്കുകയാണ്, ഒളിച്ചിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും ഈ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്തിറങ്ങിയിട്ടും എല്ലാ ഡീലുകളിലും പങ്കാളി ശിവശങ്കർ തന്നെയാണ്. ശിവശങ്കർ അതുകൊണ്ടാണല്ലോ ബലിയാടായിട്ടും ഒന്നും തുറന്നു പറയാതെ ഇങ്ങനെ ഒളിച്ചിരിക്കുന്നത്, അതുകൊണ്ട് തന്നെയാണല്ലോ. അപ്പോൾ തുടർന്നുള്ള ജീവിതം, ശിഷ്ടജീവിതം ഒരുപക്ഷെ നമ്മുടെ ഡൊണാൾഡ് ട്രംപിൻ്റെ നാട്ടിൽ തന്നെ ആയിരിക്കും എന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. ഇവിടുന്ന് അങ്ങ് രക്ഷപ്പെട്ട് പോകും എന്നാണ്. അതിനുള്ള സാധ്യത തള്ളിക്കളയേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം അയാൾക്കൊന്നും കേരളത്തിലൊന്നും നടക്കാനൊന്നും കഴിയില്ല. കാരണം ജനം വാസ്തവത്തിൽ അയാളെ ചെരുപ്പൂരി അടിക്കും കേട്ടോ. അതിൽ യാതൊരു സംശയം വേണ്ട, ഒരു സംശയം വേണ്ട. ഞാനത് സാധാരണ പറയാവുന്ന കൊളോക്കിൽ ചെരുപ്പൂരി അടിക്കുകയാണ്. അത് വേറെ ഒന്നും കൊണ്ടല്ല. ഞാനിത് പറയുന്നത് അദ്ദേഹം അയാളുള്ള ഒരു വെറുപ്പോ വൈരാഗ്യമോ അങ്ങനെ ഒരു സംഭവമില്ല. അതിനൊന്നും അയാൾ ഡിസേർവ് ചെയ്യുന്ന ഒരാളുമല്ല, അതല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മൾ തിരിച്ചറിയേണ്ട വിഷയം, ഇതിന് തൊട്ടു മുൻപേ തന്നെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, വിവിധ യൂറോപ്യൻ രാജ്യങ്ങൾക്കകത്ത് അമേരിക്കയിൽ ഉൾപ്പെടെ പിന്നെ ഇയാളുടെ പണം നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഒരു വലിയ പരാമർശമുണ്ടല്ലോ. ഇവിടെയാണ് ശരിക്കും ഇയാൾ മുഖ്യമന്ത്രിയായ സമയത്ത് ഇയാൾ നടത്തിയിരിക്കുന്ന വിദേശ പര്യടനങ്ങളുണ്ട്. ലോകത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും ഇയാൾ പര്യടനം നടത്തി. അവസാനം റൂം ഫോർ റിവർ എന്ന ഒരു സംഭവം കാണാൻ ഡെൻമാർക്ക് പോയി. അതിനകത്ത് ഒരു കാൽപ്പായി കടലാസിനകത്ത് പോലും ഈ സാധനം എന്താണെന്ന് മകളെ എഞ്ചിനീയറിംഗ് കഴിച്ചിരിക്കുന്ന മകളെ കൂട്ടിയിട്ട് പോയിട്ട് പോലും ഒരു കാൽപ്പായി കടലാസ് പോലും കിട്ടിയില്ല. ഞാനതല്ല പറയുന്നത്. ഇത് പോയത് മുഴുവൻ തന്നെ ഇതിന് മുമ്പേ പോയിരിക്കുന്നത് വെറുക്കപ്പെട്ടവരുണ്ട്. ഈ വെറുക്കപ്പെട്ടവരെ ഉപയോഗിച്ചിട്ടാണ് ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ ഇയാൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട് എന്ന ഗൗരവതരമായിട്ടുള്ള ആരോപണം നേരത്തെ നിലനിൽക്കുന്നതാണ്. ഈ പറയാവുന്ന എബണ്ടന്റ് ഓഫ് വെൽത്ത് എവിടുന്നാണ് ഇയാൾ ഏൺ ചെയ്തത്? എവിടുന്നാണ് ഈ ഏൺ ചെയ്യുന്നത്? മുഴുവൻ തന്നെ ഇല്ലീഗൽ ഡീലിങ്സിലൂടെയാണ് മുഴുവൻ സംഭവം അയാൾ ഡീൽ ചെയ്തിട്ടുള്ളത്. ഈ ഡീൽ ചെയ്തിരിക്കുന്ന ആളാണ് എൻ്റെ കൈകൾ ശുദ്ധമാണെന്ന് പറയുന്നത്. ഈ ശുദ്ധമാണെന്ന് പറയുന്ന നാട്ടുകാർക്ക് മുഴുവൻ അറിയാൻ എന്തുകൊണ്ടാണ്? ഇപ്പോൾ പിന്നെ എന്താ പറയുക, എൻ്റെ നാട് പിണറായി, ഈ പിണറായി എന്ന് പറയുന്ന നാടിൻ്റെ അടുത്ത് കുറച്ചുകൂടി പാലപ്പുറം ഭാഗത്തേക്ക് പോകുമ്പോൾ ഒരു ജസ്റ്റ് ഒരു അര കിലോമീറ്റർ 1.25 കിലോമീറ്റർ, ആ കിലോമീറ്റർ പാലപ്പുറം റോഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു സ്ഥലമുണ്ട്, പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഒരു ഓഫീസുണ്ട്. ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഓഫീസിൻ്റെ പിന്നാമ്പുറത്ത് ഇരിക്കുന്ന 80 സെന്റ് സ്ഥലം ഇവരെടുത്തു വന്നാണ് ഇപ്പോൾ ഇ ഡി വന്നതിന് ശേഷമാണ് പുറത്തു വരുന്നത്. ഇ ഡി വന്നതിന് ശേഷം 80 സെന്റ് സ്ഥലം എടുത്തു എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ഇതുപോലെ കണ്ടമാനം സ്ഥലങ്ങളിൽ ഭൂമി എടുത്തിരിക്കുന്നു. ഈ എടുക്കുന്നതല്ല പരാതി. നിങ്ങൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിന്റെ പൊളിറ്റിക് ബ്യൂറോ മെമ്പർ ആയിരുന്നതുകൊണ്ട് കളവ് പറയില്ലെന്ന് പാർട്ടിയിൽ പ്രതിജ്ഞ ചെയ്ത് വന്നിരിക്കുന്നയാൾ പാർട്ടിയെ കളവ് പറയിച്ചു, നിങ്ങളും കളവ് ചെയ്തു. പൊതുജനത്തെ മുഴുവൻ കബളിപ്പിക്കുകയും പറ്റിക്കുകയുമാണ്. ഈ പറ്റിക്കപ്പെടാൻ എടുക്കുന്ന പണമുണ്ട്. ഈ പണം എന്ന് പറയുന്നത് മുഴുവൻ തന്നെ ഇല്ലീഗൽ ട്രാഫിക്കിലൂടെ നേടിയിരിക്കുന്ന കമ്മീഷൻ തുകയാണ്. ഈ തുക എടുത്തുകൊണ്ടാണ് കോടതിയായിരിക്കുന്ന മുഴുവൻ കോടതികളിലെയും ജഡ്ജിമാരെയും മറ്റു പലരെയും ഇയാൾ സ്വാധീനിക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിക്കുന്നു. കാരണം അവർക്ക് വേണ്ടത് എന്താണ്? അവർക്ക് ഞാൻ ഒരു അൺപാർലമെന്ററി അയക്കുന്ന ഭാഷയാണ് ഞാൻ പ്രയോഗിക്കുന്നത്. സോറി, ആദ്യം പറയുകയാണ്. അവർക്ക് വേണ്ടതെന്നറിയാം. അവർക്ക് വയറ്റിപ്പിടപ്പുള്ള പണവും ജീവിത മുഴുവൻ അർമായി ജീവിക്കാനുള്ള പണവും ആരെയും കൊടുത്താൽ അതും മതിയെന്ന്. ഇവിടെ അട്ടിമറിക്കപ്പെടുന്നത് നീതിയാണ്. ഒരു മനുഷ്യന്റെ പൗരബോധത്തിന് വില പറയുകയാണ്. ഈ പൗരബോധത്തിന് വില പറയുന്ന ഒരു ഇടപാട് നടത്തിയിട്ട് പോലും പൊതുസമൂഹത്തിനകത്ത് ഒന്നും സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ലോകം ആരുടേതാണ്? പിന്നെ എന്തിനാണ് സാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി? എന്ത് ആവശ്യത്തിനാണ് ഈ സാധനം? ഒരാവശ്യമില്ല. കാരണം ഇവർക്ക് മധു കുടിച്ച് മത്തരായി കൂത്തടിക്കാനുള്ള ഒരു സംഭവമാണ് എങ്കിൽ അതിന്റെ ഫലം എന്താണ്? ശിവശങ്കരൻ ഇപ്പോൾ പിന്നെ മിസ്റ്റർ നമ്പ്യാർ പറഞ്ഞ ശിവശങ്കരൻ ഹാപ്പിയായി. ഈ പാവം ഈ സ്വപ്ന സുരേഷോ അപമാനിതയായി സ്വർണ്ണക്കള്ളക്കടത്തിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന പ്രതിയായി പബ്ലിക്കിന്റെ മുമ്പിൽ അഡ്രസ് ചെയ്യാൻ പോലും കഴിയാത്ത വിധത്തിൽ അവർ അപമാനിക്കപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞത് എന്താണ്? പറയുമ്പോൾ നിയമസഭക്കകത്ത് ഏറ്റവും പറഞ്ഞത് എനിക്ക് അവരെ അറിയില്ല. പ്രൈസ് വാട്ടർ കൂപ്പറുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ശമ്പളം നിശ്ചയിക്കുന്ന ഘട്ടത്തിൽ പോലും അതിൽ കൊടുത്തിരിക്കുന്ന ശമ്പളം പോലും കൃത്യമായി കൊടുത്തിരുന്നില്ല എന്ന ഗുരുതരമായ ആരോപണം. അതിന് പോലും കമ്മീഷൻ അടിച്ചില്ലേ? അപ്പൊ നിങ്ങൾ ഈ പറയുന്ന കുടുംബം എന്ന് പറഞ്ഞാൽ എന്താണ്? പഴയ ഉദാഹരണം, ഇത് ഒരു തിരുട്ട് കുടുംബത്തിന്റെ, തിരുട്ട് ഗ്രാമത്തിലെ കുടുംബത്തിന്റെ അതേ അവസ്ഥ സകലവും കൈ കിട്ടിയിരുന്നത് 1.5 ലക്ഷം രൂപ അവരുടെ ശമ്പളം. 1.5 ലക്ഷം. നിങ്ങൾ ആലോചിച്ച് നോക്കട്ടെ. ആ പാവം ആ സ്ത്രീയുടെ ബുദ്ധിയും അതിന്റെ ബ്രെയിനും അതിന്റെ സൂക്ഷ്മതയുമാണ് ഇയാൾ അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്ന മുഴുവൻ പണവും.
എന്നിട്ട് അവരെന്ത് പിടിക്കുകയാണ്? അവർ സ്വർണ്ണക്കള്ളക്കടത്തിന്റെ പിന്നെ ഗൂഢാലോചനക്കാരി അവർ മാത്രമായി. ഇയാളോ എന്റെ കൈകൾ ശുദ്ധമാണെന്ന് സത്യത്തിൽ ഇയാൾ പറയേണ്ട വേറെ ഭാഷ പറയണ ഇയാളോട്. ഇത് ഞാൻ പറയുന്ന ഒരിക്കലും തന്നെ കേവലമായ വൈരനിര്യാതന ബുദ്ധിയുടെയോ വെറുപ്പിന്റെയോ വിഷയത്തിലല്ല, മറിച്ച് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഭാഷയുണ്ട്. ആ ഭാഷയ്ക്ക് പകരം എനക്കറിയില്ല. നിങ്ങൾക്ക് എങ്ങനെയാണോ പറയാൻ കഴിയുന്നത്? എങ്ങനെ പറയാൻ കഴിയുന്നു? ഇത് അയാളുടെ ഭാര്യ ഉണ്ടായിരുന്നില്ലേ? അയാളുടെ മകനുണ്ടായിരുന്നില്ലേ? ഈ ഷാർജ ഹെർ ഹൈനസ് അവർ വന്നിരിക്കുന്ന അവരെ കൊണ്ട് ഇത് മുഴുവൻ ചെയ്യിപ്പിക്കാൻ നോക്കുന്ന സമയത്തും അത് മുഴുവൻ തന്നെ മനോഹരമായ ഭാഷയിലൂടെ ചെയ്തു കൊടുത്തത് മുഴുവൻ ആരാണ്? സംസാരിച്ചു കൊടുത്തതാരാണ്? ഈ സ്വപ്ന സുരേഷ് അല്ലേ? അന്നത് സംഭവിച്ചിരുന്നുവെങ്കിൽ നമ്മൾ ഇങ്ങനെയാണോ സംസാരിക്കുക? അന്ന് ആ ഇടപാട് നടന്നിരുന്നുവെങ്കിൽ നമ്മൾ ഇങ്ങനെയാണോ സംസാരിക്കുക? അല്ലല്ലോ, ഒരിക്കലും അല്ലല്ലോ. ഇവരെ പിടികിട്ടാത്ത ദൂരത്തെ അത്രയും വലിയ ഹൈറ്റിലേക്ക് ഇവർ പോയിട്ടുണ്ടാവും. ഇപ്പോഴും അവർ പോകുന്നതിന് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ എങ്കിൽ പോലും അതായത് മനുഷ്യരോട് സത്യസന്ധമായി പെരുമാറാനും മാന്യമായി പെരുമാറാനും പഠിപ്പിക്കുന്നതിന് പകരം ഏറ്റവും അമാന്യമായി പെരുമാറുകയും ഏറ്റവും മ്ലേച്ഛമായ ഭാഷ ഉപയോഗിച്ച് മനുഷ്യന്റെ സാംസ്കാരിക ബോധത്തെ മലിനീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഒരാൾ, അയാൾ എങ്ങനെയാണോ ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയായി ഈ 10 വർഷക്കാലം നിന്നത്? അതുകൊണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ധർമ്മടത്ത് വെച്ചിട്ട് ഈ ചെറിയ തുക്രാവ് ഉടനെയാണ് ജയിച്ചത്. SDP വോട്ട് മാത്രമായി ചില തോൽക്കും അവിടെ. അതിന്റെ സാങ്കേതിക വിഷയമല്ല ഞാൻ പറയുന്നത്. അപ്പൊ ഇതിങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് ചർച്ച ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ പോലും ഞാൻ പറയുന്ന സംഭവം എന്താണെന്ന് പറഞ്ഞാൽ കോടതിക്കകത്ത് പോയാൽ പോലും ഇവരെ കൂടുതൽ പർച്ചേസ് ചെയ്യാൻ മാത്രമുള്ള ഒരു വലിയ ഫോഴ്സ് ഇയാളുടെ പുറകിലുണ്ട്. അവിടെയാണ് ഞാൻ പറഞ്ഞത് ഈ 3 സംവിധാനങ്ങൾക്കകത്ത് ജുഡീഷ്യറി ഇൻഡിപെൻഡൻസ് ഈ 3 സംവിധാനകത്തെ ലൂപ്പ് ഹോൾസിനെയാണ് ഈ പറയുന്ന വലിയ വിദ്വാൻമാർ എടുത്തിട്ട് ഉപയോഗിച്ചിട്ട് ഇയാളെ കൈ കൊടുക്കുന്നു. ആ ലൂപ്പ് ഹോൾസിലൂടെയാണ് ഇയാൾ രക്ഷപ്പെടുന്നത്. അങ്ങനെ ഓരോ തവണ രക്ഷപ്പെടുമ്പോഴും വാസ്തവത്തിൽ പാവം പിടിച്ചിരിക്കുന്ന മനുഷ്യർ ഇതുപോലെ പെട്ടുപോയിരിക്കുന്നവർ എന്താകാണ്? അവർ അപമാനിതരായി ഒന്നുമല്ലാതായി മണ്ണിൽ അടിഞ്ഞ് പൊളിഞ്ഞു പോവുകയാണ്. ഈ ലെജിസ്ലേച്ചറിനകത്ത് ഒറ്റ ഉദാഹരണം ഞാൻ പറയട്ടെ. നമ്മുടെ ഇതില്ലേ പിന്നെ ലോകായുക്ത, ഈ ലോകായുക്തയിൽ ഭേദഗതി വരുത്തി ആർക്ക് വേണ്ടിയായിരുന്നു? ഇയാളെ കളവ് പിടിക്കുന്നതിന് സംഭവത്തിന് പാടില്ലേ? അല്ലേ? ഈ സംസ്ഥാന സർക്കാർ എന്ത് ചെയ്യണം? ഈ ലോകായുക്തയിൽ ആ സാധനം പുനഃസ്ഥാപിക്കട്ടെ. ഇത് അതെവിടെയാണ് പറഞ്ഞത്? ഇതിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ എൻപുറം നീ തുറഞ്ഞിൽ നിൻപുറം ഞാനും എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ തത്വത്തിൽ ആരാണ്? ഇവിടെയാണ് വാസ്തവത്തിൽ ഞാൻ ഒരു കടത്തിയ രാഷ്ട്രീയം പറയാണ്. ഈ വികസനം എന്ന് പറയുന്ന സംഭവത്തിന് ഒരു വലിയ കുഴപ്പം എന്താണെന്നറിയോ? നാട് പൊതുവിൽ വികസിക്കണമെന്ന സംഭവത്തിൽ ആർക്കും തർക്കമില്ല. പക്ഷേ വികസനം ആര് തമ്മിലുള്ള വികസനമായി തീർന്നു? ഇവർ പാരസ്പര്യമുള്ള വികസനം മാത്രമായി. പൊതുജനം പുറത്തായി. ഈ പൊതുജനം പുറത്ത്. അതുകൊണ്ടാണ് മല തുറക്കുമ്പോൾ ആരോട് ചോദിച്ചു മല തുറന്നു? ആര് കൊടുത്തു പെർമിഷൻ? അതിനകത്തെ അയാൾ പറയാണ് 7 ആൾ കൊല്ലപ്പെട്ടിരിക്കുന്ന സ്ഥലത്ത് അയാൾ പറയാണ് അതെന്താണ്? അത് സൂത്രവിദ്യയിലൂടെ വാങ്ങിയതല്ല. BDC ഇതിനെ പരിഹരിക്കാൻ പറയുന്ന ഒരു കമന്റാണ്. 7 പേർ മരിച്ചത്. ഇവിടെ പോലും ഇത്തരം ഒരു മ്ലേച്ഛമായ ഭാഷ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരാളെ അവിടെ സത്യത്തിൽ ചെയ്യേണ്ടുന്നത് ഞാൻ പരാമർശിക്കുന്നത് അവസാനിപ്പിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയം എന്നാൽ എന്ത് വില കൊടുത്തും ഇയാളെ പൂട്ടുന്നതിന് ആവശ്യമായിരിക്കുന്ന നിയമപരമായ നടപടികൾ അത്രമാത്രം സക്സസ്ഫുൾ ആവുന്നതിനെ കുറിച്ച് ഞാൻ തീർത്തും എന്താ പറയുക അവിശ്വാസിയാണെന്ന് വേണമെങ്കിൽ പറയാം. അവിശ്വാസിയാണ് ഞാൻ. സന്ദേഹമുണ്ട് എനിക്കത്. കാരണം അത്ര ഭീകരവും ഭയാനകവുമായിരിക്കുന്ന ഒരു വലിയ നിഗൂഢ സാമ്രാജ്യത്തിന്റെ അധിപരാണ് ഇയാൾ ഉൾപ്പെടെയുള്ള ഈ ക്രിമിനൽ സംഘങ്ങൾ. ഒരു ഗാങ്സ്റ്റർ സ്റ്റേറ്റ്. ആ ഗാങ്സ്റ്റർ സ്റ്റേറ്റിന്റെ അധിപനായി നിൽക്കുന്ന ഒരാളെ കീഴ്പ്പെടുത്തുക എന്ന് പറയുന്നത് അത്ര ലളിതമല്ല. പക്ഷേ എങ്കിൽ പോലും കീഴ്പ്പെടുത്താൻ ജനങ്ങൾ നാളെ തുരിഞ്ഞിറങ്ങുമെന്ന് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ആത്മവിശ്വാസം. അവിടെ മാത്രമേ എനിക്ക് വിശ്വാസമുള്ളൂ. അവിടെ മാത്രം മറ്റ് നിയമ സംവിധാനങ്ങൾ മുഴുവൻ അവർ അട്ടിമറിക്കുകയും ഇവർ ഒരുപക്ഷെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നാളെ രാവിലെ ഇവിടുന്ന് സ്ഥലപ്പെടുകയും ചെയ്തു. അവരാരും നാളെ പിന്നിങ്ങോട്ടേക്ക് തിരിച്ചു വരാൻ പോകുന്നില്ല. നിലവിലുള്ള എല്ലാ സംവിധാനത്തിനകത്ത് ഒരു കാര്യം കൂടി ഞാൻ പറയാണ്. ഇയാളെയും കുടുംബത്തെയും അറസ്റ്റ് ചെയ്യുന്നതിൽ നിയമപരമായി ശിക്ഷിക്കുന്നതിൽ നിലവിലുള്ള സെൻട്രൽ ഗവൺമെന്റ് കാണിക്കുന്ന ഓരോ അമാന്തവും ഭാവിയിൽ അവർക്ക് വലിയ തോതിലുള്ള പ്രത്യാഘാതം ഈ കേരള പോലീസിൽ ഉണ്ടാക്കി തീർക്കുമെന്നാണ് എൻ്റെ വ്യക്തിപരമായിരിക്കുന്ന അഭിപ്രായം. മിസ്റ്റർ നമ്പ്യാർ, ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ.